അതെ, ഇവിടെ നിറമാണ് ചർച്ചാ വിഷയം. ജനിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏത് നിറത്തിൽ ജനിക്കണമെന്ന് ആർക്കും തീരുമാനിക്കാനാവില്ല. പല നിറത്തിലും രൂപത്തിലും കഴിവുകളോടും കൂടി ജനിക്കുന്ന മനുഷ്യർ കഴിവിനും പെരുമാറ്റത്തിനും സ്വഭാവത്തിനുമൊക്കെ പ്രാധാന്യം നൽകേണ്ട ലോകത്തിൽ നിറം ഇപ്പോഴും ഒരു വിഷയം തന്നെയാണ്. ഒരു നിറത്തിന് പ്രൗഢിയും മഹിമയുമൊക്കെ കൽപ്പിച്ചു നൽകുമ്പോൾ മറ്റൊരു നിറം ജീവൻ തന്നെ നഷ്ടമാകാൻ കാരണമാകുന്ന അവസ്ഥ. സ്വന്തം നിറത്തിന്റെ പേരിൽ വിവേചനം അനുഭവിക്കേണ്ടി വന്ന നിരവധി പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം കറുപ്പിന്റെ പേരിൽ മാനസികമായി പീഡനത്തിനിരയായി ഒരു പാവം 19കാരി ഷഹാനയുടെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയും അങ്ങനെ എത്ര പേർ കറുത്തുപോയത് കൊണ്ട് ഒരുപാട് വേദന സഹിച്ച് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. കറുത്ത കാറ് വാങ്ങാം, കറുത്ത ഡ്രസ്സ് വാങ്ങാം, പക്ഷേ മനുഷ്യന് മാത്രം കറുത്ത നിറം പാടില്ല. സമൂഹത്തിനെ മൊത്തം ബാധിച്ചിരിക്കുന്ന ഈ വർണ്ണഭ്രാന്ത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ജനിതകമായ കാരണങ്ങളാൽ തന്റെ തൊലിയുടെ നിറം അല്പം മങ്ങിപ്പോയതിന് ആരെയും നിറം കൊണ്ട് അവഹേളിക്കാതിരിക്കുക, അളക്കാതിരിക്കുക. അതവരെ മാനസികമായി വല്ലാതെ തളർത്തുമെന്ന് നിങ്ങളും അറിയാതെ പോകരുത്. ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനമുള്ളതും നമുക്കിടയിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു പുറത്തു വരുമ്പോൾ തന്നെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന് ആശങ്കപ്പെട്ട് കാത്തിരിക്കുന്ന ബന്ധുക്കളെയാണ് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുക. വെളുത്ത നിറമുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്നതാണ് പ്രാഥമ പരിഗണന, അല്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നതിലല്ല. ആരും ഒരു കറുത്ത നിറമുള്ള കുഞ്ഞിനു വേണ്ടി ആശിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയെങ്ങാനും കുഞ്ഞിന്റെ നിറം അല്പം മങ്ങിയതാണെങ്കിൽ അവിടെ തുടങ്ങുന്നു ആ കുഞ്ഞിന്റെ കഷ്ടകാലം. പിന്നെ നിറം വെപ്പിക്കാനുള്ള എണ്ണകളും വില കൂടിയ ക്രീമുകളുമായി കറുപ്പിൽ നിന്നും വെളുപ്പിലേക്കുള്ള പരിണാമത്തിനായുള്ള യുദ്ധം തുടങ്ങുകയായി. ഈ കാലത്തെ അടുത്തറിഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ കറുത്ത നിറം മോശവും വെളുപ്പ് നിറം നല്ലതും എന്ന ബോധം അവരിൽ അറിയാതെ തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവരിൽ അപകർഷതാബോധവും സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീടുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ ശിഷ്ടകാല ജീവിതം അപകർഷതാബോധവും പേറിയായിരിക്കും. ബ്ലാക്ക് ലിസ്റ്റ്, ബ്ലാക്ക് മാർക്ക്, ബ്ലാക്ക് മാർക്കറ്റ്, ബ്ലാക്ക് മാജിക് തുടങ്ങി കറുപ്പിനെ കൂട്ടുപിടിച്ച് ഒട്ടനവധി വാക്കുകളാണുള്ളത്. വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിൽ അണിയേണ്ടത് വെളുത്ത വസ്ത്രമാണെങ്കിൽ മരണങ്ങൾക്ക് അത് കറുത്ത വസ്ത്രമാകും. പ്രതിഷേധം സൂചിപ്പിക്കാൻ കറുത്ത കൊടി. അങ്ങനെ എവിടെ നോക്കിയാലും കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് നെഗറ്റിവിറ്റി മാത്രം. കറുപ്പിന് 7 അഴക്, ബാക്കി 93 വെളുപ്പിനാണെന്ന് തമാശയായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സമൂഹം എത്ര പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്നത്ര പ്രബുദ്ധത ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ മനുഷ്യനുള്ള കാലത്തോളം ഇത്തരം വിവേചനങ്ങൾ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. സമൂഹത്തെ ഒറ്റയടിക്ക് മാറ്റിമറിക്കുവാൻ സാധ്യമല്ല. സ്വയം മാറിയേ മതിയാകൂ. കറുപ്പിന് 7 അഴകല്ല, കറുപ്പിന് 100 അഴക് തികച്ചുമുണ്ടെന്ന് തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. തൊലിയുടെ നിറം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും അതെല്ലാം മരിച്ചു മണ്ണടിയുന്ന നേരം വരെയുള്ളൂ എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക്, മലബാർ.